Hello students, today we can do a problem of shifting of an ellipse. In the last class, some of you have raised the question that shifting of an ellipse was not discussed. Shifting, whether it is for parabola, ellipse or hyperbola, it is the same. If the origin is shifted to hk x and h units right, then we replace x by x minus h. X coordinate x apply. H units left replace x by shifting. Shifting rule adana. Shifting പഠിപ്പിച്ചിട്ടില്ല, ellipse പഠിപ്പിച്ചിട്ടില്ല എന്ന് ചിലർ പറഞ്ഞു. അതുകൊണ്ടാണ് പറയാ. Shifting ellipse ഒന്നും പരാബോള ഒന്നും ഇല്ല. പരാബോള, എലിപ്സ്, ഹൈപ്പർബോള എല്ലാത്തിനും ഷിഫ്റ്റിംഗ് സെയിം തന്നെയാണ്. പരാബോള, എലിപ്സ് ഓർ ഹൈപ്പർബോള ഏതിനാണെങ്കിലും ഷിഫ്റ്റിംഗ് റൂൾസ് സെയിം തന്നെയാണ്. ഷിഫ്റ്റിംഗ് റൂൾസ് പരാബോളൊക്കെ ഞാൻ എഴുതി തന്നതാണ്. എന്താ റൂള്? എച്ച് യൂണിറ്റ്സ് റൈറ്റ്, എച്ച് യൂണിറ്റ്സ് റൈറ്റ് എന്ത് ചെയ്യും? ഇക്വേഷനിൽ പരാബോളയുടെ ആണെങ്കിലും എലിപ്സിന്റെ ആണെങ്കിലും ഹൈപ്പർബോളയുടെ ആണെങ്കിലും എക്സിന് പകരം സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ എച്ച് യൂണിറ്റ്സ് റൈറ്റ് പോസിറ്റീവ് ആണ്, സബ്ട്രാക്ഷൻ ആണ്, പക്ഷെ എല്ലായിടത്തും ചേഞ്ച് കാണിക്കും. എക്സ് മൈനസ് എച്ച് ആവും. എച്ച് യൂണിറ്റ്സ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എക്സിൻ്റെതാണ്. എക്സ് ഗോസ് ടു എക്സ് മൈനസ് ഓഫ് മൈനസ് എച്ച് ഓർ എക്സ് പ്ലസ് എച്ച്. മൈനസ് ഓഫ് മൈനസ് എച്ച്, ലെഫ്റ്റ് മൈനസ് എന്നാണ്. സബ്ട്രാക്ട് ചെയ്യുന്നത് റൈറ്റിലേക്കാകുമ്പോൾ ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി, ലെഫ്റ്റിലേക്കാകുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യുന്നത് എക്സ് പ്ലസ് എച്ച് ഉണ്ടാവും. ഇനി വൈയുടെ എന്ന് പറയുന്നത് കെ യൂണിറ്റ്സ് എച്ച് ആണ്. വൈ ആകുമ്പോൾ അപ്പോ ഡൗണോ, കെ യൂണിറ്റ്സ് അപ്പ്, change in y. Y goes to up means positive. Y goes to y minus k. And k units down. K units down. Y goes to down means negative. Minus k. Y minus of minus k or y plus k. Minus of minus k and minus of minus h എന്ന് ഞാൻ എഴുതിയിട്ടില്ല. ഇത് x minus of ലെഫ്റ്റ് ആകുമ്പോൾ നെഗറ്റീവ് മൈനസ് എച്ച്, അതാണ് എക്സ് പ്ലസ് എച്ച് ആയത്. ഇവിടെ ഡൗൺ ആകുമ്പോൾ നെഗറ്റീവ് y മൈനസ് ഓഫ് മൈനസ് കെ, അതാണ് വൈ പ്ലസ് കെ ആയിട്ട് മാറി വരുന്നത്. ഇതാണ് ഷിഫ്റ്റിംഗ് റൂൾ. എല്ലായിടത്തും ഷിഫ്റ്റിംഗ് റൂൾ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് തന്ന ക്വസ്റ്റ്യൻ പലരും കംപ്ലീറ്റ് ചെയ്ത്, ഇനി സംശയമുള്ളവരുണ്ടെങ്കിൽ നോക്കുക. വി ഹാവ് ടു ഒബ്റ്റെയിൻ ദി ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഫൗണ്ട് ബൈ ഷിഫ്റ്റിംഗ് 2 യൂണിറ്റ്സ് റൈറ്റ് ആൻഡ് 3 യൂണിറ്റ്സ് ഡൗൺ. 2 യൂണിറ്റ്സ് റൈറ്റ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. 2 യൂണിറ്റ്സ് റൈറ്റ് ആൻഡ് 3 യൂണിറ്റ്സ് down. 3 units down of the ellipse x square by 25 plus y square divided by 16 equal to 1. ഇതായിരുന്നു അസൈൻമെന്റിന് തന്ന ക്വസ്റ്റ്യൻ. പുതിയ എലിപ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് ശരിയാണ്. നമ്മൾ എലിപ്സിന്റെ ഷിഫ്റ്റിംഗ് ചെയ്തില്ല, പരാബോളയിൽ ഷിഫ്റ്റിംഗ് റൂൾ പറഞ്ഞായിരുന്നു, അതേ റൂൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതേ റൂൾ തന്നെ അപ്ലൈ ചെയ്യുക. 2 യൂണിറ്റ്സ് റൈറ്റ്, റൈറ്റ് മീൻസ് ചേഞ്ച് ടു എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിന് പകരം 2 യൂണിറ്റ്സ് റൈറ്റ്, എക്സിലാണ് ചേഞ്ച്, എക്സിന് പകരം എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 യൂണിറ്റ്സ് റൈറ്റ്, എക്സ് ഗോസ് ടു എക്സ് മൈനസ് ടു ഇൻ ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. 3 യൂണിറ്റ്സ് ഡൗൺ, ഡൗൺ അപ്പ് മീൻസ് വൈ ഗോസ് ടു ഡൗൺ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് ഓഫ് മൈനസ് 3 എന്ന് പോകണം, അല്ലെങ്കിൽ അത് വൈ പ്ലസ് 3യിലേക്ക് പോകും. അപ്പോൾ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 പ്ലസ് വൈ മൈനസ് 3, ചിലർ വൈ മൈനസ് 3 എന്ന് എഴുതിയാറുണ്ട് കേട്ടോ. വൈ പ്ലസ് 3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ഈക്വൽ ടു 1 എന്നാണ് ആൻസർ. ദ എലിപ്സ് obtained by shifting 2 units right and 3 units down the ellipse x square by 25 plus y square by 16 equal to 1 is x minus 2 whole square by 25 plus y plus 3 whole square by 16 equal to 1. ഇനി ഷിഫ്റ്റിംഗ് ചെയ്തതിന് ശേഷമുള്ള എലിപ്സിന്റെ അനാലിസിസ് ആണ്. അനാലിസിസ് ഞാൻ എളുപ്പത്തിന് ക്വസ്റ്റ്യൻ എഴുതുന്നതാണ്. ഫൈൻഡ് ദ ഫോസൈ, വെർട്ടിസസ്, സെന്റർ, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, സെന്റർ ടു ഫോക്കസ്, ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാണ്, ഫൈൻഡ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറ്. അതിൽ ഏതെങ്കിലും ചിലതൊക്കെ നമ്മളിപ്പോൾ അനാലിസിസിലെല്ലാം ചെയ്യുവാണ്. മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, സെന്റർ, ഫോസൈ, വെർട്ടിസസ് എല്ലാം നമ്മൾ ചെയ്യുവാണ്. അപ്പം അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനലൈസ് എന്ന് പറഞ്ഞായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ വരിക. ഫൈൻഡ് ദ ഫോസൈ, വെർട്ടിസസ്, സെന്റർ, മേജർ ആക്സിസ്, മൈനർ ആക്സിസ് ഓഫ് ദ എലിപ്സ്. ഒബ്റ്റെയിൻ
എലിപ്സിന്റെ ഇക്വേഷൻ തരാം, ഓർ ഒബ്റ്റെയിൻ ബൈ ഷിഫ്റ്റിംഗ് ദ ഗിവൺ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കതിൽ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ എലിപ്സ് x square by 16, the ellipse x square by 16 plus y square by 9 equal to 1. X square by 16 plus y square by 9 equal to 1. ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മേജർ ആക്സിസ് ഒക്കെ മനസ്സിലായി കാണും. പഴയ പോലെ എല്ലാം എഴുതേണ്ട കാര്യമില്ല. ഈസ് ഷിഫ്റ്റഡ് എഴുതണം, എക്സാമിന് എഴുതണം, എന്നാലും മനസ്സിലായി കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഈസ് ഷിഫ്റ്റഡ് 4 units to the right, 4 units to the right. എലിപ്സിലെ എല്ലാ പോയിന്റുകളും മാറ്റുവാണ്, അത് സെന്റർ മാറ്റുന്നതനുസരിച്ച് എല്ലാം മാറിക്കോളും. ആൻഡ് 3 units up, ആൻഡ് 3 units, എടുത്ത എലിപ്സിനെ മാറ്റി വെക്കുക, സെയിം എലിപ്സിനെ. 3 units up. Find the new ellipse. To generate another ellipse, find the new ellipse. Find the new ellipse. ചിലപ്പോൾ പുതിയ എലിപ്സിന്റെ ഇക്വേഷനും നേരെ തരികയാണ്, എന്നിട്ട് അതിന്റെ പുതിയ എലിപ്സിന്റെ അനാലിസിസ് നടത്താനാണ് find the new ellipse and analyze it എന്ന് ഞാൻ എഴുതുക ക്വസ്റ്റ്യന്. ഇവിടെ find the center, focus, foci, vertices and sketch the new ellipse എന്നൊക്കെയാണ്. Find the new ellipse and analyze it with graph. With graph നമുക്ക് രണ്ടും ചെയ്യാം. രണ്ട് എലിപ്സിന്റെ അനാലിസിസ് നടത്താം, രണ്ട് എലിപ്സിന്റെ ഗ്രാഫും പ്ലോട്ട് ചെയ്യാം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എങ്ങനെയാണ് പുതിയ എലിപ്സ് കിട്ടുക? ഷിഫ്റ്റഡ് 4 units to the right. അപ്പോൾ പുതിയ എലിപ്സിന്റെ ഇക്വേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? റീപ്ലേസ് എക്സ് ബൈ 4 units to the right, എക്സിന്റെ മൂവ്മെന്റ് ആണ്, റൈറ്റ് എക്സ് മൈനസ് 4. ആൻഡ് 3 units അപ്പ്, വൈ എന്ത് ചെയ്യും? വൈ ഗോസ് ടു അപ്പ് എന്ന് പറഞ്ഞാൽ വൈക്ക് വ്യത്യാസം, അപ്പ് പോസിറ്റീവ് ആണ്, അപ്പോൾ വൈക്ക് പകരം വൈ മൈനസ് 3. പുതിയ എലിപ്സിന്റെ ഇക്വേഷൻ എക്സിന് പകരം എക്സ് മൈനസ് 4, എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1 എന്നുള്ളതാണ് പുതിയ എലിപ്സിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അനാലിസിസ് നടത്താൻ പോവാണ്. അനാലിസിസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് രണ്ടാക്കാം. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1 എന്നുള്ള ഓൾഡ് എലിപ്സ്. ന്യൂ എലിപ്സ് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1 എന്നുള്ള പുതിയ എലിപ്സ്. അനാലിസിസ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് നടത്താമെങ്കിൽ എളുപ്പമുണ്ട്. ഒരുമിച്ചല്ല, നമുക്ക് ആദ്യം പഴയ എലിപ്സിന്റെ അനാലിസിസ് നടത്താം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് നമ്മൾ ആദ്യം ചെയ്തത് ഇന്റർസെപ്റ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നേരത്തെ നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരുന്നത്. പഴയ എലിപ്സിന്റെ ഇന്റർസെപ്റ്റ്സിന് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇന്റർസെപ്റ്റ്സ് എക്സ് വൈ 0 കൊടുത്ത എക്സ് സ്ക്വയർ ഈക്വൽ ടു 16, എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4, വൈ 0 കൊടുത്തു പ്ലസ് ഓർ മൈനസ് 4 0. അത് എക്സ് ആക്സിസിലെ വൈ 0 ആണ്, എക്സ് ആക്സിസിലെ ഇന്റർസെപ്റ്റ്. വൈ ആക്സിസിലെ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് 0 കൊടുക്കുക, വൈ സ്ക്വയർ 9. വൈ ആക്സിസിലാകുമ്പോൾ എക്സ് 0 പ്ലസ് 0 പ്ലസ് ഓർ മൈനസ് 3. ദീസ് ആർ ദ ഇന്റർസെപ്റ്റ്സ്. ഇനി ഇന്റർസെപ്റ്റ്സ് തമ്മിലുള്ള ലെന്ത് നോക്കുകയാണെങ്കിൽ ഇത് 8ഉം ഇത് 6ഉം ആണ്. അപ്പോൾ വലുത് 8 ആണ്. അതുകൊണ്ട് മേജർ ആക്സിസ് ഏതാന്ന് തീരുമാനിച്ചു. മേജർ ആക്സിസ് ഈ എലിപ്സിന് ഏതാ? എക്സ് ആക്സിസ്. മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ് എന്ന് തീരുമാനിച്ചു. മേജർ ആക്സിസ് ലെന്ത് 2a, മേജർ ആക്സിസിന്റെ ലെന്ത് 2a ഈക്വൽ ടു 8. സെമി മേജർ ആക്സിസ് a ഈക്വൽ ടു മേജർ ആക്സിസ് a equal to 4. സെമി മൈനർ ആക്സിസ് b equal to 3. അത് കണ്ടുപിടിക്കാൻ മറ്റൊരു വഴി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 16ലെ 9ലെ വലുത് 16 ആണ്. ഇത് a സ്ക്വയർ ആണ് വലുത്, ഇത് b സ്ക്വയർ ആണ്. a equal to 4, b equal to 3 എന്ന് വേണമെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആക്സിസ് ഒക്കെ ആയി.
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെൻറ്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ്. സെൻറ്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ് എന്ന് നിങ്ങൾ എഴുതണേ. C equal to root of a square minus b square root of 16 minus 9. ഇത് ഒന്നും ചെയ്തില്ല, √7 എന്ന് എഴുതാനേ പറ്റുള്ളൂ. ഇതാണ് സെൻറ്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ് C. അത് കിട്ടിയാൽ നമുക്ക് ഉടനെ ഫോസൈ പറയാം. അപ്പോൾ അടുത്ത ഉടനെ പറയാം ഫോസൈ ആണ്. ഫോസൈ ഓഫ് ദ ഓൾഡ് എലിപ്സ്. ഫോസൈ എന്ന പ്ലസ് ഓർ മേജർ ആക്സിസില, എക്സ് ആക്സിസില, പ്ലസ് ഓർ മൈനസ് C0, പ്ലസ് ഓർ മൈനസ് √7 0. വെർട്ടിസസ് നേരത്തെ പറയായിരുന്നു, എ കണ്ട സ്ഥിതിക്ക് പറയാം. A ഈക്വൽ ടു 4 എന്ന പ്ലസ് ഓർ മൈനസ് 4 0 ആണ് വെർട്ടിസസ്. ദെൻ സെന്റർ ഓഫ് ദ എലിപ്സ്. സെന്റർ അത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. സെന്റർ 0 0. ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഫോസൈ, വെർട്ടിസസ്, സെന്റർ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് സ്കെച്ച് ഇത് എല്ലാം ഓൾഡ് എലിപ്സിനും ന്യൂ എലിപ്സിനും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു, പ്ലോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ ഷിഫ്റ്റ് ചെയ്ത ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്ക് മേജർ ആക്സിസ് ഓഫ് ദ ന്യൂ എലിപ്സ്. മേജർ ആക്സിസ് 2a ഈക്വൽ ടു 8. മേജർ ആക്സിസ് എക്സ് ആക്സിസ് അല്ല, പാരലൽ ടു. മേജർ ആക്സിസ് എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കുക. മേജർ ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. പാരലൽ ടു എക്സ് ആക്സിസ്. എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? 4 3 ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തു. 4 3 പുതിയ എലിപ്സിന്റെ. പഴയ എലിപ്സ് എങ്ങനെയാ? പഴയ എലിപ്സിന്റെ 0 0 സെന്റർ, പ്ലസ് ഓർ മൈനസ് 4 0 വെർട്ടിസസ്. √7 എന്ന് പറയുമ്പോൾ 9 ആണെങ്കിലേ 3 ഉള്ളൂ, അപ്പൊ അതിനും പുറയില്ല. ഇതാണ് √7 എന്ന് വിചാരിക്കുക. അപ്പൊ പഴയ എലിപ്സ് ഇങ്ങനെയാണ്. പഴയ എലിപ്സ് നമുക്ക് വരയ്ക്കാറായി. പഴയ എലിപ്സ് ഇങ്ങനെയാണ്. ഇത് 4 0, ഇത് മൈനസ് 4 0, ഇത് √7, ഇത് മൈനസ് √7, ഇത് ഒറിജിൻ 0 0, ഇത് 0b, ഇത് 3, ഇത് -3. കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഒക്കെ കൃത്യമായിട്ട് എഴുതിക്കണം കേട്ടോ. അപ്പൊ നമ്മളുടെ പുതിയ എലിപ്സ് എങ്ങനെ കിട്ടിയേ? 4 3 ആണ് പുതിയ എലിപ്സിന്റെ. 4 ഇതായിരുന്നു, 4 3 ഇവിടെ വരും. അതിന്റെ സെന്റർ ഷിഫ്റ്റ് ചെയ്താൽ അങ്ങനെയല്ലേ വരിക? x-4 HK സെന്റർ ആയിട്ടുള്ള എലിപ്സ് ആണിത്. 4 3 സെന്റർ ആയിട്ടുള്ള എലിപ്സ്. അപ്പോൾ അവിടെയാണ് പുതിയ എലിപ്സ്. ആക്സിസ് ഏതാ? മേജർ ആക്സിസ് ഇവിടെ എക്സ് ആക്സിസ് ആയിരുന്നെങ്കിൽ എക്സ് ആക്സിസിന് പാരലൽ. ഇവിടുത്തെ എക്സ് ആക്സിസിന് പാരലൽ. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0. ഇതിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 3. പാരലൽ ടു എക്സ് ആക്സിസ് y ഈക്വൽ ടു 3. അതാണ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് ലെന്ത് എന്ന് പറയുന്നത് 8 തന്നെയാണ്. ലെന്തിന് വ്യത്യാസമില്ല. എലിപ്സ് എടുത്ത് അതേപോലെ തന്നെ എടുത്തു വെക്കുകയാണ്. മേജർ ആക്സിസ് ലെന്ത് 8. മൈനർ ആക്സിസ് ലെന്ത് എന്ന് പറയുന്നത് 6 തന്നെ. മൈനർ ആക്സിസ് ലെന്ത് 2b തന്നെ. ഇത് 2b തന്നെയാണ്, ഇത് 2a തന്നെയാണ്. ദെൻ സെമി മേജർ ആക്സിസ് a ഈക്വൽ ടു 4, സെമി മൈനർ ആക്സിസ് b ഈക്വൽ ടു 3, a ഈക്വൽ ടു 4, b ഈക്വൽ ടു 3. ഇതെല്ലാം സെയിം ആണ്. ദെൻ സിയും സെയിം ആണ്. c ഈക്വൽ ടു സെന്റർ ടു ഫോക്കസ് ഡിസ്റ്റൻസ്. എലിപ്സ് സെയിം ആ, മാറ്റി വെച്ചതേ ഉള്ളൂ. c ഈക്വൽ ടു √7. ഇതൊക്കെ സെയിം ആണ്. പിന്നെ എന്നാ സംഭവിക്കാം? ഇന്റർസെപ്റ്റ്സ് വരെ കേട്ടോ. ഫോസൈ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സെന്റർ എന്നാ സംഭവിച്ചെന്ന് ആദ്യം നോക്കാം. സെന്റർ 0 0 മാറ്റി 4 3 ആക്കി. അവിടെ സംഭവിച്ചതാണ് ഇവിടെ എല്ലായിടത്തും സംഭവിക്കുക. 0 സെന്റർ എന്നാ ഇത് 0 പ്ലസ് 4 h ഈക്വൽ ടു 4, h ഈക്വൽ ടു 4, k ഈക്വൽ ടു 3. 0 പ്ലസ് 4, 0 പ്ലസ് 3. ഇതാണ് സെന്റർ 4 3. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ചെയ്യുക. ഇപ്പോൾ വെർട്ടിസസ് എന്താവും, ഫോസൈ എന്താവും, ഇതൊക്കെ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. വെർട്ടിസസ് 4 0യുടെ കൂടെ 4 0ക്ക് എന്നാ ആവും? 4 പ്ലസ് 4, 0 പ്ലസ് 3. പിന്നെ ഏതാ? ആൻഡ് -4 പ്ലസ് 4, പിന്നെന്താ? 0 പ്ലസ് 3. 4 0 എടുക്കുക, എക്സ് കോർഡിനേറ്റ് 4 കൂട്ടുക, വൈ കോർഡിനേറ്റ് 3 കൂട്ടുക. -4 0 എടുക്കുക, എക്സ് കോർഡിനേറ്റ് 4 കൂട്ടുക, വൈ കോർഡിനേറ്റ് 3 കൂട്ടുക. ഇത് 8 3 എന്നും ഈക്വൽ ടു 8 3 ആൻഡ് 0 3 എന്നാകും. 8 3യും 0 3യും ആണ് പുതിയ എലിപ്സിന്റെ. 8 3 y ഈക്വൽ ടു 3യിലാണ് കിടക്കുന്നത്. 8 3യിലേക്ക് പോകണം. ഇത് 4 ആണ്. അപ്പൊ ഇതാണ് ഒരു വെർട്ടെക്സ്. 0 3 ഇതാണ് അടുത്ത വെർട്ടെക്സ്.
അതുപോലെ ഫോസൈ ചെയ്യുക. +or - √7 0ൽ 4ഉം 3ഉം